എല്ലാവരും പരസ്പരം സഹകരിക്കേണ്ട ആവശ്യകത ഒരിക്കൽ കൂടി പറയുകയാണ്. ഈ വിപണി തുടങ്ങിയത് ഞങ്ങൾ ചെയ്ത തെറ്റാണെന്നുള്ള രീതിയിൽ ആരും സംസാരിക്കരുത് ദയവ് ചെയ്ത്. കാരണം എല്ലാവരും പരസ്പരം സഹകരണത്തോടുകൂടി വേണം പ്രവർത്തിക്കേണ്ടത്. കാരണം മലയാളിക്ക് പൊതുവേ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുത മലയാളിയുടെ മുഖമുദ്രയാണെന്ന് എനിക്ക് പറയുന്നതിനകത്ത് യാതൊരു മടിയുമില്ല. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വിപണിയിൽ എല്ലാവരും കുറച്ചുകൂടെ പരസ്പരം സഹകരിച്ച് വേണം കാര്യങ്ങൾ നീക്കാനായിട്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം തണ്ട വെയിറ്റ് ഷെഡിൻ്റെ ആ ഭാഗം മുതൽ അങ്ങോട്ട് ഉള്ള സ്പേസ് കൂടെ എടുക്കുക. അതേപോലെ തന്നെ തണ്ട മാവ് നിൽക്കുന്ന ഭാഗത്തിന് അപ്പുറത്തോട്ടുള്ള സ്പേസ് കൂടെ എടുക്കുക. വാഹനങ്ങൾ ഈ ഭാഗത്ത് ഒരു കാരണവശാലും പാർക്ക് ചെയ്യരുത്. അപ്പുറത്തെ സൈഡിലായിരിക്കണം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അടുത്ത ആഴ്ച മുതൽ സ്പേസ് കുറച്ച് മാത്രമായിട്ട് എടുക്കുക. ഒരാൾ നിൽക്കാനുള്ള സ്പേസ് മാത്രം എടുക്കുക. എന്നിട്ട് നേരെ മുന്നോട്ട് കൊണ്ട് വെക്കുക. അതായിരിക്കണം അടുത്ത ആഴ്ച മുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം കൂടുതൽ സ്പേസ് നഷ്ടപ്പെടുത്തരുത്. കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അപ്പം ആ സ്പേസ് കൂടുതൽ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സാധനങ്ങളുള്ളത് നിങ്ങൾ നിൽക്കുന്നതിൻ്റെ നേരെ പുറകു ഭാഗത്തായിട്ട് വെക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതേപോലെ ശ്രദ്ധിക്കുക, ചക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. കണ്ടമാനം ചക്ക വന്നായിരുന്നു. ചക്കയ്ക്കെല്ലാം ഭയങ്കര ഡിമാൻഡ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും വിയറ്റ്നാം മെർലിയുടെ 1-2 പ്ലാവ് മേടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. വിയറ്റ്നാം മെർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്ലാവൊന്നുമല്ല, ചെറിയ പ്ലാവാണ്. ഭയങ്കര ടേസ്റ്റാണ് വിയറ്റ്നാം മെർലിയുടെ ചക്കയ്ക്ക്. ചില സ്ഥലങ്ങളിലാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ 150 രൂപ മുതൽ ചിലയിടത്ത് 300 രൂപ വരെ വില വരുന്നുണ്ട്. അതിൻ്റെ ബാഗിൻ്റെ വലിപ്പത്തിൻ്റെ വ്യത്യാസം, അതേപോലെ തന്നെ അതിൻ്റെ വളർച്ച, ഇതൊക്കെ അനുസരിച്ചാണ് വിലയിൽ വ്യത്യാസം വരുന്നത്. നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് അതിൻ്റെ കൃഷി രീതികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ എല്ലാ വീട്ടിലും വളർത്താൻ പറ്റുന്നതാണ്. ഒരു പരിധിക്കപ്പുറമായിട്ട് വളർന്നു പോകത്തില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗാർഡന് വളർത്തുന്നതിന് തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെ വളർത്താം. നമുക്ക് ഇഷ്ടത്തിന് ചക്ക കിട്ടും. ഓൾ സീസണാണ്. ശ്രദ്ധിക്കുക, അത് ഒരു 14-15 വർഷം വരെയാണ് ആയുസ് എന്നാണ് പറയപ്പെടുന്നത്. വിയറ്റ്നാം മെർലി എല്ലാ വീടുകളിലും മേടിച്ച് വളർത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ആത്തയ്ക്ക, പേരയ്ക്ക, ചാമ്പയ്ക്ക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാ വീടുകളിലും വളർത്താനായിട്ട് സാധിക്കും. അവരവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അവരുടെ വീടുകളിൽ തന്നെ നട്ടു വളർത്തുന്നതിനായിട്ട് ശ്രമിക്കുക. പിന്നെ അവർക്ക് സ്പേസ് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആല വിപണി പ്രവർത്തകർ ആലയുടെ സ്കൂളിൻ്റെ തെക്കേ ഭാഗത്ത് നട്ടിരിക്കുന്നത് പോലെ റോഡ് സൈഡിൽ നടാമല്ലോ, ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട്. അതേപോലെ തന്നെ ഉദുംകുഴി പാലത്തിൻ്റെ സമീപം നമ്മുടെ ശശിച്ചേട്ടൻ അവിടെ വെള്ളം ഒഴിച്ചൊക്കെ വളർത്തുന്നുണ്ട്. നമുക്ക് അനുകരണീയമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ പരസ്പരം കൂട്ടായ്മയിൽ, പരസ്പരം സ്നേഹത്തിൽ, സഹകരണത്തിലൊക്കെ നിങ്ങളിതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രയോജനപ്പെടും. ഇന്ന് ദേഹാബായി കഴിഞ്ഞ ദിവസം എന്നോടൊപ്പം ഒരു നൈറ്റ് ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്. അപ്പം അവരൊക്കെ അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ യാതൊരു എസ്കോട്ടുമില്ലാതെ, യാതൊരു PA അങ്ങനെയുള്ള ആരുമില്ലാതെ എന്ത് ലളിതമായിട്ടാണ് നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നത്. അങ്ങനെയുള്ള മാതൃകകൾ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യത്തിൽ നമ്മളെന്തിനാണ് ഈ അത്യാർത്ഥി പിടിച്ച് ജീവിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇന്നലെ ദയാബായി വന്ന സമയത്ത് ദയാബായി പറഞ്ഞത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദയാബായി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അത്യാർത്ഥി കാരണം അംഗവൈകല്യത്തോടുകൂടി ജനിച്ച്, അതേപോലെ തന്നെ പട്ടി നക്കി തിന്നുന്നത് പോലെയും കുടിക്കുന്നത് പോലെയും ജീവിക്കുന്ന മനുഷ്യർ കാസർഗോഡ് ഭാഗത്തുണ്ട്. അവരുടെ ഇടയിലൊക്കെ നമ്മൾ എത്രയോ സൗഭാഗ്യം ചെയ്ത മനുഷ്യരാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാവിയിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ട്രാഫിക് റൂൾസിന് വിരുദ്ധമായിട്ട് പാർക്ക് ചെയ്യരുത്. ദൂരെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത ശേഷം മാത്രം ഇങ്ങോട്ട് കഴിവതും വരിക. ഇവിടെ ഒരു ക്രൗഡ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. പൊതുവെ അത് ശ്രദ്ധിക്കുക. അതെല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ നമ്മുടെ വിപണി സ്ഥലത്ത് പിണങ്ങി പോയിട്ടുണ്ട്, സാധനം വിൽക്കാനായിട്ട് വന്നയാൾ. ഇപ്പോൾ ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യം പിണങ്ങി ഇവിടുന്ന് പോകണമെന്ന് ആലോചിച്ച് നോക്ക്. എത്രയോ ക്ഷമയോടുകൂടിയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അങ്ങനെ പിണങ്ങിപ്പോകുന്നതിന് പകരമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുമായിട്ട് പരസ്പരം ഒന്ന് സംസാരിച്ച് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ടല്ലേ ശ്രമിക്കേണ്ടത്. ശ്രദ്ധിച്ച് നോക്കുക. കാരണം ഇന്ന് ഒരാൾ അങ്ങനെ പോയി, അടുത്ത പ്രാവശ്യം ഇനി ഒരുപക്ഷെ വേറൊരാൾക്കാർക്ക് അങ്ങനെ ചിന്ത ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാതിരിക്കാനായിട്ട് പറയുന്നതാണ്. ബുധനൂരും വിപണി ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രമോദ് സാറ് ഇന്ന് മുണ്ടങ്കാവ് വിപണി കാണാനായിട്ടൂടെ വന്നതാണ്. ഇവിടെ ഗോപകുമാർ സാറും മോഹൻദാസ് സാറും ഞാനുമൊക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ആശയം അദ്ദേഹത്തിൽ നിന്ന് ഉടലെടുത്തു. അങ്ങനെ ബുധനൂരും വിപണി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം കുളങ്ങര അമ്പലത്തിൻ്റെ പരിസരത്തായിട്ട് വിപണി ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. എക്സാക്ട് ഡേറ്റ് പുറകാലെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ തലവടിയിൽ നിന്നൊരു കർഷകൻ കുറേ തേങ്ങയുമായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്.
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവടിയിലും ഇതേപോലെ തന്നെ കാർഷിക കൂട്ടായ്മകൾ സാധ്യമാകും, ഇതേപോലെയുള്ള നാട്ടുവിപണികൾ അവിടെയും സാധ്യമാകും. അപ്പം തലവടിയിൽ നിന്ന് ഇവിടെ വരെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇവിടുത്തെ വില വിൽക്കേണ്ടി വരികയും ചെയ്യുന്നു, അതേ സമയത്ത് പെട്രോളിൻ്റെ കാശ് പോവുകയും ചെയ്യുന്നു. അവിടെ തന്നെ മാന്യമായിട്ടുള്ള വില തീർച്ചയായിട്ടും കിട്ടും. തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് ഇറങ്ങുക. ഇതുതന്നെയാണ് ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്ന് പറയുന്നത്. അടുത്ത ആഴ്ച നമ്മുടെ ഈ വെയിറ്റ് ഷെഡിൻ്റെ ഈ ഭാഗം മുതൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കുക. കണ്ട കാറ് കിടക്കുന്ന ഭാഗം വരെ നമുക്ക് വിപണിയുടേതായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്ത പ്രാവശ്യം ഇവിടെ സ്കൂട്ടർ വെച്ചിരിക്കുന്ന ഭാഗം ഫ്രീ ആക്കിയ ശേഷം അങ്ങോട്ടൂടെ വിപണിയുടെ സ്ഥലം നീട്ടുക. നമ്മുടെ ഷൈജി മാത്യു സാർ ഇവിടെ വന്നിട്ട് ചേമ്പിൻ്റെ നടാനാന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാണ്. പക്ഷേ എൻ്റെ ഇദ്ദേഹം ഗോപകുമാർ സാറ് ഫുൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരികയാണ്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിൽ സാധനങ്ങളുമായിട്ട് ഇവിടെ വരിക, വന്നിട്ട് നമ്മുടെ ആ സ്റ്റെപ്പിൻ്റെ താഴെയായിട്ട് അവിടെ വെച്ച് അവിടെ നിൽക്കുക. ഞാനും സനലും കൂടെ വന്ന ശേഷം മാത്രം ഞങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥലം കാണിച്ചു തരാം. ആ ഭാഗത്തേക്ക് കയറ്റി വെക്കുക. ആർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത ആഴ്ച അറേഞ്ച് ചെയ്ത് തരാം. ശ്രദ്ധിക്കുക, ഞങ്ങൾ രണ്ടുപേരിൽ അല്ലെങ്കിൽ ഒരാൾ വന്ന ശേഷം മാത്രമേ ഇവിടെ ഐറ്റംസ് നിരത്തി വെക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കുക. അത് മിക്ക ഐറ്റംസും അതായത് 90% ഐറ്റംസും വിറ്റ് പോയിട്ടുണ്ട്. നമ്മുടെ തലവടിയിൽ നിന്ന് വന്ന ചേട്ടൻ്റെ മാത്രം ഇനി കുറച്ചുകൂടെ തേങ്ങ വിറ്റ് പോകാനായിട്ടുണ്ട്. എന്നാലും കുറേയൊക്കെ ആൾക്കാർ മേടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തലവടിയിലും ഇതേപോലെ ഒരു വിപണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ആൾക്കാർ വിപണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറാണ്.